ശത്രുദോഷം തീർക്കാൻ ഹോമം നടത്തി ബി.ജെ.പി. മാരാർജി ഭവനിലാണ് നേതാക്കൾ ഹോമം നടത്തിയത്. തിരുമല അനിലിന്റെ മരണവും ആനന്ദിന്റെ മരണവും നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി. ഇത് മറികടക്കാനാണ് ഹോമം നേതാക്കൾ നിർദ്ദേശിച്ചത്. മാനസ മനോജ് വിവരങ്ങളുമായി ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മാനസ, സമീപകാലത്തായി ബി.ജെ.പി. നേതൃത്വത്തെ വെട്ടിലാക്കുന്ന ഒരുപാട് വാർത്തകൾ, ഒരുപാട് പ്രശ്നങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് ഈ നേതാക്കൾ ഹോമത്തിന് നിർദ്ദേശിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഹോമത്തിന് നേതൃത്വം നൽകിയതെന്ന് മനസ്സിലാക്കുന്നു. ശത്രുദോഷം തീർക്കാൻ എന്തായാലും ഹോമം നടത്തിയിരിക്കുകയാണ് ബി.ജെ.പി. മാരാർജി ഭവനിലാണ് നേതാക്കൾ ഹോമം നടത്തിയത്. സമീപകാലത്തായി പുറത്തേക്ക് വന്ന പല പ്രശ്നങ്ങളുടെയും പശ്ചാത്തലത്തിലായിരുന്നു പ്രശ്നപരിഹാരത്തിനായുള്ള ഈ ഹോമം. എസ് സുരേഷിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഹോമം എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. പുതിയ നേതൃത്വം വന്നതിനു ശേഷം പാർട്ടി തുടർച്ചയായി വിവാദത്തിലാകുന്നുണ്ടെന്നും തെരഞ്ഞെടുപ്പിന് മുൻപ് ശത്രുദോഷം അകറ്റാനാണ് ഹോമം എന്ന പരിഹാര മാർഗത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നുമാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. കെ സുരേന്ദ്രനും വി മുരളീധരനും ഈ ഹോമത്തിൽ പങ്കെടുത്തില്ല എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ ഒരു പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയത്തിൽ ഹോമം നടത്തുന്നത് ഇത് ആദ്യമായിട്ടാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുമല അനിലിന്റെ മരണവും ആനന്ദിന്റെ മരണവും നേതൃത്വത്തെ സംബന്ധിച്ച വലിയ പ്രതിസന്ധിയായിരുന്നു മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രശ്നപരിഹാരം മുന്നിൽ കണ്ടുകൊണ്ടാണ് നേതാക്കൾ ഇത്തരത്തിൽ ഹോമം എന്നുള്ള ഒരു പരിഹാര മാർഗത്തിലേക്ക് എത്തിയത്. ബി.ജെ.പിയെ സംബന്ധിച്ച് നിലവിൽ അടുത്ത സമയം വരെ വലിയ പ്രതിഷേധമായിരുന്നു കാണാൻ സാധിച്ചത്. നിരവധി വാർത്തകൾ പുറത്തേക്കെത്തിയിരുന്നു. ബി.ജെ.പി. നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്ന നിരവധി വിഷയങ്ങൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്തും പുറത്തേക്കെത്തിയിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ആനന്ദിന്റെ ആത്മഹത്യ. അതുപോലെ തന്നെ അതിനു മുമ്പ് നടന്ന തിരുമല അനിലിന്റെ മരണവും ബി.ജെ.പിയെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഈ രണ്ട് മരണത്തിലും നേതാക്കൾ ഇവരെ കൈയൊഴിഞ്ഞതും ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി മുന്നിൽ നിൽക്കുന്നുണ്ട്. ജനങ്ങളോട് വ്യക്തമായൊരു മറുപടി പറയാൻ പോലും നേതൃത്വത്തിന് ഈ സമയം വരെ സാധിച്ചിട്ടില്ല. അതൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്തായാലും പ്രശ്നപരിഹാരത്തിനായി ഹോമം നടത്താനുള്ള ബി.ജെ.പിയുടെ തീരുമാനം എന്ന് മനസ്സിലാക്കുന്നു. മാരാർജി ഭവനിലാണ് നേതാക്കൾ ഹോമം നടത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ ഒരു പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയത്തിൽ ഹോമം നടത്തുന്നത് ഇത് ആദ്യത്തെ സംഭവമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും പുതിയ നേതൃത്വം വന്നതിന് ശേഷം പാർട്ടി തുടർച്ചയായി വിവാദത്തിലാകുന്ന ഒരു സാഹചര്യമാണ് മുന്നിലുള്ളത്. എസ് സുരേഷിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ ഹോമം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഹോമത്തിന് നേതൃത്വം നൽകിയത്. തിരുമല അനിലിന്റെ മരണവും ആനന്ദിന്റെ മരണവും നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയെന്നും ഇത് മറികടക്കാനാണ് നേതാക്കൾ ഹോമം എന്ന മാർഗത്തിലേക്ക് കടന്നതെന്നുമാണ് മനസ്സിലാക്കുന്നത്.